ഈ അടുത്ത കാലത്തായി നമ്മൾ മുൻപ് കേട്ട് പരിചയമില്ലാത്ത ഒരു പുതിയ സംഭവം കേൾക്കുകയുണ്ടായി. ഒരു സ്വാമി അദ്ദേഹത്തിന്റെ മകനോട് ഞാൻ സമാധിയാവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ കല്ലറയിലേക്ക് ഇറക്കി വെച്ച് മൂടിയ സംഭവം, അനുബന്ധമായ വിവാദ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ വായിച്ചവരാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഈ സംഭവത്തിനെ വിമർശിക്കുമ്പോൾ, ഈ സംഭവത്തിനെ നമ്മൾ തമാശയായി ട്രോളിംഗ് കൊണ്ട് നിൽക്കുമ്പോൾ, കണ്ണൂർകാരായ നമുക്ക് അതിന് അർഹതയുണ്ടോ എന്ന് വീണ്ടും നമ്മളൊന്ന് പരിശോധിക്കണം. മുസ്ലിങ്ങളാണ്, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, ഞങ്ങളാണ് അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ മാർഗത്തിലുള്ള ഒരേ ഒരു വക്താക്കൾ എന്ന് വാദിക്കുന്ന നമുക്ക് ഈ സമാധിയെ വിമർശിക്കാൻ അധികാരമുണ്ടോ എന്ന് പറയാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നമ്മുടെ തൊട്ടടുത്ത കണ്ണൂർ സിറ്റിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി അരട്ടക്കപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലൊരു മഖാമുണ്ട്. യമനുകാരനായ ഹയാത്തുൽ മുഅ്മിനീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ബോർഡ് പേരെഴുതി വെച്ചിരിക്കുന്നത്. ചരിത്രം പറയുന്നു, ആ മഖാമിന്റെ ചരിത്രം പറയുന്നില്ലേ, അവിടെ ചെന്നൊരു വലിയ കയറുണ്ട്, ആ കയറിൽ പിടിച്ചുകൊണ്ട് ജനങ്ങൾ സത്യം ചെയ്ത് പറയും, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അവിടെ വെച്ച് സത്യം ചെയ്ത കാര്യം എങ്ങാനും കളവാണെങ്കിൽ അയാൾ അപ്പോൾ ബ്ലഡ് ഛർദ്ദിക്കും, അല്ലെങ്കിൽ തല കറങ്ങി വീഴും എന്നൊക്കെയാണ് മഖാമിന്റെ ചരിത്രം പറയുന്നത്. ഇവിടെ പിന്നെ കാര്യമായിട്ട് സത്യത്തിലാണ് കാര്യമായിട്ടുള്ള സത്യം ചെയ്യാൻ. അത് പുറത്തൊരു കയറുണ്ട്, ആ കയറ് പിടിച്ചിട്ട് സത്യം ചെയ്തതിനാൽ അസത്യമായൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും അറിയും. പണ്ടൊക്കെ ആ സ്പോട്ടിൽ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയൊരു മഹാൻ ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത, ഒന്നുകിൽ കളവ് പറഞ്ഞിട്ടാണെങ്കിൽ, കയറ് പിടിച്ച് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ബ്ലഡ് ഛർദ്ദിക്കും, അല്ലെങ്കിൽ തലയിറങ്ങി വീഴും. അപ്പൊ എന്തായാലും മനസ്സിലാവും എങ്ങനെയാണ് സംഭവം. അവിടെ മറവ് ചെയ്യപ്പെട്ട മനുഷ്യന്റെ ചരിത്രം പറയാണ്, അദ്ദേഹം ഒരു ഖബർ കുഴിച്ചു. ആ ഖബറിലേക്ക് ഇറങ്ങിയിരുന്ന് അവിടെ ഇരുന്നാണ് അദ്ദേഹം ഖുർആൻ ഓതാറുള്ളത്. എന്നിട്ട് ഒരു ദിവസം തന്റെ അനുയായികളോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ എന്നെ ഖബറടക്കണം, ഞാൻ മരിക്കാൻ നിങ്ങൾ കാത്തു നിൽക്കണ്ട, നിങ്ങൾ എന്നെ മറവ് ചെയ്യണം. അദ്ദേഹം ഖബറിലങ്ങ് കടന്നു കൊടുത്തു, അദ്ദേഹം മറവ് ചെയ്തു ഖബർ. നിങ്ങൾ വായിക്ക്, നമ്മുടെ ജില്ലയിലെ ഈ 10-15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു മഖാമിലെ മുസ്ലിമീങ്ങൾ വലിയ കാര്യമായി ആരാധന കേന്ദ്രമായി നടത്തുന്ന ഒരു മഖാമിന്റെ ചരിത്ര ഗ്രന്ഥം പറയുന്നു. ഞങ്ങളിപ്പോൾ സിയാറത്തിനു വേണ്ടി എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സിറ്റിയിലുള്ള പ്രസിദ്ധമായ അരട്ടക്കപ്പള്ളി മഖാമിലേക്കാണ്. യമനിൽ നിന്നും ഇസ്ലാമിക പ്രബോധനവുമായി വന്ന ഹയാത്തുൽ മുഅ്മിനീൻ എന്ന പേരിൽ പ്രസിദ്ധരായ വലിയ ഒരു മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അങ്ങനെ മൂപ്പര് ഖബർ വഹിച്ചു, ഖബറിൽ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു ദിവസം പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഖബറൊന്ന് മൂടണം, മേലൊന്ന് മൂടണം എന്നാണ്. അങ്ങനെ 40 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ മൂപ്പര് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ട് മൂടി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ മൂപ്പര് ഖുർആൻ വന്ന രംഗമാണ് അത് കണ്ടത്. എന്നെ മൂപ്പര് പിന്നെ വീണ്ടും അടക്കാൻ പറഞ്ഞു, പിന്നെ തുറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ മൂപ്പര് വഫാത്തായി, അതിൽ തന്നെ വഫാത്തായിട്ടാണ് പിന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് പിന്നെ ഹയാത്തുൽ മുഅ്മിനീൻ എന്നുള്ള പേര് അങ്ങനെ വന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ മറവ് ചെയ്യണം, മറവ് ചെയ്തിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ എന്നവരോട് പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞത് തുറന്നപ്പോൾ അദ്ദേഹം ഖബറിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കണം നിങ്ങൾ, 40 ദിവസം കഴിഞ്ഞ് ഖബർ തുറന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ജനങ്ങൾ ഇനി മൂടണോ എന്ന കാര്യം വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മൂടിക്കോളൂ, ഇനി ആരും ഇത് തുറക്കാൻ വരരുത്. സുഹൃത്തുക്കളെ, നമുക്ക് എങ്ങനെയാണ് ഈ സമാധിയെ വിമർശിക്കാൻ ഇന്ന് കഴിയുക? ഈ നിലക്കുള്ള കെട്ടുകഥകളും ഈ നിലക്കുള്ള ഇതിനെ നമ്മൾ സമാധി എന്ന് വിളിക്കണില്ല. നമ്മളെ അറബിയിലൊരു പേര് വിളിച്ചു, കറാമത്ത്. ഇത് തിരിച്ചു ചോദിക്കും നമ്മളോട്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ മാനം കെടുത്തുന്ന, ഇസ്ലാമിൽ ഒരു കറാമത്തിന്റെ ചരിത്രത്തിലും ഒരു സ്വഹാബത്തിന്റെ ജീവിതത്തിലും മാതൃകയില്ലാത്ത ജീവനോടെ കുഴിച്ചുമൂടുന്ന പരിപാടി നമുക്കാര് പഠിപ്പിച്ചു തന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഭാര്യമാർ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അബിസീനിയയിലേക്ക് പോയി. അബിസീനിയയിൽ ചെന്നിട്ട് അവിടുത്തെ ഒരുപാട് ക്രിസ്തീയ ദേവാലയങ്ങൾ കണ്ടു. കനീസ എന്ന അറബിയിൽ പറയുക.
ഈ ദേവാലയങ്ങൾ കണ്ട് തിരിച്ചു വന്ന് നബി തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സംഭവങ്ങളൊക്കെ കണ്ടു, അവരുടെ കനീസൊക്കെ ഭയങ്കര മനോഹരമാണ്, അവരവിടെ ഒരുപാട് ചിത്രപ്പണികളും ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവരെ സൂക്ഷിക്കണം. ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലുസ് സാലിഹ്, ആ കൗമുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ ഏതെങ്കിലും നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടെങ്കിൽ ഫമാത, അങ്ങനെ അവർ മരിച്ചാൽ ബനോ അലാ ഖബരിഹി മസ്ജിദാ, അവരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നൊരു കൗമാണവര്. വസവ്വറൂ ഫീഹി തിൽക സുവർ, എന്നിട്ട് അവിടെ ചിത്രങ്ങളും രൂപങ്ങളും ആ കൊത്തുപണികളും ഒക്കെ ചെയ്തു വെക്കുന്ന ആളുകളാണ് ആ ജനവിഭാഗം. ഫൗലായിക ശറാറുൽ ഖൽഖി ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഇവരാണ് നല്ലവരെന്നല്ല പറഞ്ഞത്. ഫൗലായിക, ഇവരാണ് ശിറാറുൽ ഖൽഖി, ഏറ്റവും ശർറായ സൃഷ്ടികള്, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത്, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഏറ്റവും നികൃഷ്ടരായവര്, മരണപ്പെട്ടവരുടെ ഖബറുകളെ ചിത്രപ്പണികൾ ചെയ്ത് രൂപം ചെയ്ത് ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവരാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്.